ഹരി ഓം സർജി. അപ്പൊ എന്താ നമ്മൾ ഇന്നലെ വരെ നമ്മൾ എത്തിയത് നമ്മൾ ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ആയിരുന്നു. അതെ. അപ്പോ ഈ ഐഡിയാസ് ഒക്കെ നമുക്ക് പൊതുവെ വരുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പം നമ്മൾ എന്താ ചെയ്യുമ്പോഴാണ് ആ വെർട്ടിക്കൽ ലെവലിലൊക്കെ നമ്മൾ ആ റീസണിങ് ചെയ്യുമ്പോഴാണ് പിന്നെ ഈ ജനറൽ ഐഡിയാസ് നമുക്കുണ്ടാവുന്നത് ഇല്ലേ? പ്യുവർ വെർട്ടിക്കൽ എന്ന് പറഞ്ഞത് ആ മെറ്റാഫിസിക്കൽ പ്യുവർ ആയിട്ട് അല്ലെങ്കിൽ പോസിബിലിറ്റീസിൽ വരുന്നു. So the instinctive and intelligent levels which conform to the other intelligent level and from the vertical axis ഉള്ള റീസണിംഗിൽ നിന്നാണ് നമുക്ക് ഈ ഐഡിയാസ് വരുന്നത്. അപ്പൊ ആ ഐഡിയാസ് ആ ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ അത് വരുവാണെങ്കിൽ ഇപ്പം ഇന്നേർട്ട് ഓബ്ജക്ട്സിനെ സംബന്ധിച്ച് ആണെങ്കിൽ അത് ആ ഹൈ ലെവൽ ഓഫ് ദ ജനറൽ ഐഡിയാസ് ഓഫ് ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ അത് വരുമ്പോൾ സ്പെക്കുലേഷൻ വഴി ആ ഇന്റലിജൻസ് ലെവലില് റീസണിങ് ലെവലില് നിന്ന് ആ വെർട്ടിക്കൽ എന്താണ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഇവര് ഇങ്ങനെ പറയുന്നത് വെച്ചാല് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അതായത് ആദ്യം പറയുന്ന അബ്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇനേർട്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ആ ഫിസിക്കൽ പ്ലെയിനിൽ നിന്നുള്ള അബ്സ്ട്രാക്ഷൻസ് ആൻഡ് ജനറലൈസേഷൻ ആണ്. ഫിസിക്കൽ ആസ്പെക്ട്സ്, അതായത് സയൻസസിലൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരു യൂണിവേഴ്സൽ കോഡ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു റെഫറൻസ് നമുക്ക് കൊടുക്കാം, ഒരു ജനറലൈസ്ഡ് റെഫറൻസ് അല്ലെങ്കിൽ ഒരു തിയറിയോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാം. എന്നാല് അതിനെയും കാട്ടി ഒരു അപ്പൊ മെറ്റാഫിസിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ തിയറി വരുന്ന നമ്മള് മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ പോകുമ്പോഴാണ് നമുക്കിപ്പോ ഡിവൈൻ ഒറിജിൻ ഓഫ് പണ്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പം ഇപ്പം ഗ്രീക്ക് ഗോഡ്സും മറ്റേ ഇതുമൊക്കെ ഉണ്ടല്ലോ. അപ്പം അപ്പൊ ഓൾ പവർഫുൾ ആൻഡ് they gave it the god of love, god of water, god of sea. അപ്പൊ മെറ്റാഫിസിക്കൽ പ്ലെയിനിലും ഈ പറയുന്ന ജനറലൈസേഷനും അബ്സ്ട്രാക്ഷൻസും നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് ബർഗ്സനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പാസേജ് തന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അകത്ത് ഒരു 3 തരത്തിലുള്ള തിങ്കിങ് പോസിബിൾ ആണ് ജനറൽ ഐഡിയാസ്. അപ്പൊ അതില് ഒന്ന് ഇദ്ദേഹം പറയുന്നത് ഇപ്പം നമ്മൾ ഒരു മാറ്ററിനെ ഒരു എടുത്തിട്ട് നമ്മൾ അതിനെ എങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ കോൺസെപ്റ്റിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് മൊത്തമായിട്ട് സോഷ്യൽ ലൈഫിന് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും ഐഡിയാസ്. പിന്നെ അത് കുറച്ചുകൂടി ഒരു സ്പെക്കുലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഡിവിജ്വൽ കോണ്ടെക്സ്റ്റിലേക്ക് പ്ലഷർ എന്ന് വരും. അപ്പൊ അത് സ്പെക്കുലേറ്റീവ് ആസ്പെക്റ്റിലാണ്. പക്ഷെ അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഒരു ഇൻഡിവിജ്വൽ കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആണോ നോക്കാം. പ്ലഷർ കോൺസെപ്റ്റിലേക്ക് വരുന്നു. അപ്പൊ അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട്, കാരണം അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ബട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദീസ് 2 കോൺസെപ്റ്റ്സും but in respect of all these concepts not belonging to one or the other of the 2 categories mentioned above. That is to say, in respect of great majority of general ideas, taking the interest of society together with the interest of the individual, it is the exigency of conversation and of action which provides over their births. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്നത് ഈ 2, അതായത് ഇപ്പം സോഷ്യൽ ബെനിഫിറ്റ്സും ഇപ്പം ഈ പ്ലഷർ കോൺസെപ്റ്റും കൊണ്ടുവന്നിട്ട് അപ്പം ഒന്നില്ലെന്ന് പറയുന്നത് ഈ ഇപ്പം സോഷ്യൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് എ ഹോൾ. ദെൻ
അതിനെയും കൂട്ടി നമ്മൾ കൂടുതൽ എണ്ണ അതിനെയും കുറിച്ച് അത് പ്ലഷറിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു കണ്ടുപിടുത്തം വന്നു, ആ കണ്ടുപിടുത്തത്തിന് കൂടുതലും ആ ഒരു സുഖ സൗകര്യങ്ങൾക്ക് അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്താണ്, വെറും കൺസ്യൂമർ കോൺസെപ്റ്റിലേക്ക് നമ്മൾ അത് പോവുകയാണ്. അപ്പം അത് എന്താണ്, കൂടുതൽ ഭൗതിക ആ വ്യവഹാരത്തിലെങ്കിൽ ഫിസിക്കൽ പ്ലെയിനിൽ നമ്മൾ പോകും. അപ്പം ഈ സയൻസിൽ തന്നെ ഈ 2 ഡയമെൻഷൻസ് കൊണ്ടുവരുവാണ്. അപ്പം ഈ പറയുന്ന ഈ 2 ഡയമെൻഷനെ, അതായത് ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ, അപ്പൊ ഈ രണ്ടിന്റെ ഒരു അമാൽഗമേഷൻ ആ ഫിസിക്കൽ പ്ലെയിനിൽ തന്നെ വരുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ ഉള്ള ഒരു അമാൽഗമേഷൻ ആണ് യഥാർത്ഥത്തിൽ ആ ഒരു സയന്റിഫിക് പ്ലെയിനിൽ നടന്നാലേ ഈ പറയുന്ന ശരിക്കും ആബ്സല്യൂട്ട് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പോസിബിൾ ആണ്. അതാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ഈ ഒരു പർപ്പസോട് സെർവ് ചെയ്താൽ അപ്പോഴാണ് നമ്മുടെ അത് വ്യക്തമാകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നതാണ് അതിന് കൂടുതലൂടെ ഈ കോൺസെപ്റ്റിൽ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹം പറയുകയാണ്, ബർഗ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നോർമലി വി കം ഫ്രം ദ ആബ്സല്യൂട്ട് കോൺസെപ്റ്റിൽ നിന്ന് ഡിസെൻഡ് ചെയ്ത് താഴോട്ടാണ് വരുന്നത്. പക്ഷെ ബർഗ്സിന്റെ ഫിലോസഫി നേരെ തിരിച്ചാണ്. ഈ ഫിസിക്കൽ കോൺസെപ്റ്റിൽ നിന്ന് അദ്ദേഹം ആ മെറ്റാഫിസിക്കൽ പ്ലെയിനിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ബ്യൂട്ടി വരുന്നത് അതില്. അപ്പൊ അതാണ് ആ ഒരു റാഷണലൈസേഷൻ അല്ലെങ്കിൽ ഒരു നോർമലൈസേഷൻ അതിൻ്റെ അകത്ത് വരുന്നത്. അതാണ് ഈ പറയുന്ന 2 കോൺസെപ്റ്റിനെയും വെച്ചിട്ട് ഒരു നോർമേറ്റീവ് ഫേസിലേക്ക് കൊണ്ടുവരുന്നത്. ആ പ്ലഷർ തിയറിയും ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റിയും കൊണ്ടുവന്ന ഒരു നോർമൽ ഫിലോസഫി എന്ന് വെച്ചാൽ ആ ഫിസിക്കൽ പ്ലെയിനിൽ നിന്ന് പിന്നെ ഇദ്ദേഹം മേളിലേക്ക് നോക്കുകയാണ്. അല്ലാതെ ഒരു ജനറൽ ഒരു ബിഗ് ഒരു ക്യാൻവാസ് കണ്ട് ഒരു കോൺസെപ്ച്വലൈസേഷനിൽ നിന്ന് എടുക്കുകയല്ല. അപ്പം അത് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു പിക്ചറൈസേഷൻ ഇതിന്റെ എന്ന് പറഞ്ഞാല് അതിന് ഈ ജനറൽ ഐഡിയ എവല്യൂഷൻ ഓർ ഇവോൾവിംഗ് ടേക്സ് പ്ലേസ് ഫ്രോം, അതായത് സ്പെക്കുലേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഫ്രോം ദ ഫിസിക്കൽ പ്ലെയിൻ ഇറ്റ് ഈസ് ഗോയിങ്, അതായത് നാച്ചുറൽ സയൻസിൽ നിന്നും പിന്നെ അതിലോട്ടാ പോകുന്നത്. അപ്പൊ ഈ എന്താ പറയാ, ഇത് തന്നെ ഡയലക്റ്റിക്കൽ ക്യാൻസലേഷൻ പോകുന്ന ഈ ലെവലിൽ നിന്ന് അങ്ങോട്ടാണ്, അല്ലാതെ റിവേഴ്സിലല്ല. ഫ്രം ഹയർ ലെവൽ ഹയർ അബ്സ്ട്രാക്ഷൻസ് ടു മറ്റേ ലെവലിലോട്ടല്ല, ബട്ട് ഫ്രം സ്പെക്കുലേഷൻസ് ഗോയിങ് ടുവേർഡ്സ് ദ ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷനിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇല്ലേ? ഇവിടെ ഇതിലിപ്പോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല് അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ നോർമലി നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന അബ്സ്ട്രാക്ഷൻസിൽ ഓൺ ദ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നമ്മൾ അബ്സ്ട്രാക്ഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് കീഴ്പോട്ടാണ് നമ്മൾ ഡിസെൻഡ് ചെയ്ത് വരികയാണ്. പക്ഷെ ഇദ്ദേഹം അതിനെയും കാട്ടി അദ്ദേഹത്തിന്റെ ചിന്തകൾ മോർ സയന്റിഫിക് പ്ലെയിനിൽ വെച്ചുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജനറൽ ഐഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്നിട്ട് പക്ഷെ അത് ആ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോ തന്നെ ആ കണ്ടുപിടുത്തം കൊടുത്ത് അസെന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഹി ഈസ് നോട്ട് ഫോർഗെറ്റിംഗ് ദാറ്റ് വൈ ഈസ് ദീസ് തിങ്, ഇറ്റ് ജസ്റ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി. ഗുരുജി പറഞ്ഞിട്ടില്ലേ, ഈ പറയുന്നത് മനുഷ്യന്റെ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവൻ ഭൗതികതയിൽ മാത്രം ആ ഒരു കൺസ്യൂമിങ് എന്നൊരു കൺസ്യൂമർ മോഡിൽ മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. ഈ പറയുന്ന ഭഗവാന് തന്നിട്ടുള്ള ഭൂമി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങൾ അവന്റെ പ്ലഷറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റ് വരുന്നത്, അവിടെ വരുന്നത്. അപ്പം ആ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോ തന്നെ സൊസൈറ്റിയുടെ അതാണ് നമ്മളിപ്പോ എൻവയറമെന്റൽ ലോ ഇപ്പൊ പറഞ്ഞപ്പോ എൻവയറമെന്റൽ ലോ ആയാലും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത് മോഡേൺ സ്ഫിയറിൽ അത് വളരെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറയുന്നത് ഈ ഡെവലപ്മെന്റ് കോ എക്സിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ.
അപ്പം അത് തന്നെയാണ് ഇവിടെ ശരിക്കും ഇദ്ദേഹം പറയുന്നത്. സയന്റിഫിക് ട്രെയിനിൽ തന്നെ അത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ഈ 3 രീതിയിൽ അത് പോണം. അത് വന്ന് ഒരു ജനറൽ ഫിലോസഫി നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അത് വളർന്നെങ്ങാണ്ടാണ് കൂടുതൽ ആ പ്ലഷർ കോൺസെപ്റ്റിലേക്ക് പോവാണ്. അതിന് നമ്മളൊരു നോർമേറ്റീവ് ഇതിലേക്ക് കൊണ്ടുവരാനായിരിക്കണം ആ കണ്ടുപിടുത്തങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഹ്യൂമൻ നോളജ് ഇസ് ദ റിസൾട്ട് ഓഫ് എ ഡിസെൻഡിങ് സെറ്റ് ഓഫ് നോമിനലിസ്റ്റിക് ഐഡിയാസ് കമ്മിങ് ഫ്രം എബവ് and an ascending set of corresponding schematic abstractions referring to a visible reality. അപ്പം നോളജ് കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നത് ഒരു നോമിനലിസ്റ്റിക് ആയിട്ടുള്ള അതായത് മെറ്റാഫിസിക്കൽ അബ്സ്ട്രാക്ഷൻസ് താഴോട്ട് വന്നത് ഡിസെൻഡ് ചെയ്ത് വരുന്നതും അതേ കണക്ക് തന്നെയാണ് അസെൻഡിങ് ഓഫ് ദ സ്കീമാറ്റിക് അബ്സ്ട്രാക്ഷൻസ്. അതായത് വിസിബിൾ ആയിട്ടുള്ളത് മെഷറബിൾ ആയിട്ടുള്ളത് അത് അവിടെ ഉയരണം. അപ്പം സ്റ്റാറ്റസ് ഇത് രണ്ടും നടക്കുന്നു അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും നടക്കുന്നതിന്റെ ഫലം ആണ് ഈ രണ്ട് പ്രോസസ്സും. അതായത് ഈ പറയുന്ന ഹോറിസോണ്ടലും വെർട്ടിക്കലും ഒരിടത്ത് മീറ്റ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്ത് അപ്പോ അവിടെ ഗെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് വാട്ട് സേ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ് രണ്ടും കിട്ടുന്ന ഒരു അതായത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വിച്ച് വേ എക്സ്പീരിയൻസ് പെർസെപ്ഷൻ അറ്റ് ദ വാട്ട് യു കോൾ ദാറ്റ് സെൻസ് ലെവൽ ആൻഡ് കൺസെപ്ഷനും രണ്ടും ഒരുമിച്ച് നടക്കുന്നു. ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നു. പിന്നെ അത് ലൈക്ക് ഓസ്മോട്ടിക് ഇന്റർചേഞ്ച് ആണ് അതിന്റെ അകത്ത് നടക്കുന്നത്. ഹയർ ടു ലോവർ ആൻഡ് ലോവർ ടു ഹയർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ. അപ്പം ഈ ടു കോൺസെപ്ച്വൽ ആൻഡ് പെർസെപ്ച്വൽ ഈ 4 കമ്പാർട്ട്മെന്റ്സ്, 2 കോൺസെപ്റ്റ്സും മറ്റേത് പെർസെപ്ഷൻ കമ്പാർട്ട്മെന്റ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 4 ആ ചേംബേഴ്സ് പറഞ്ഞല്ലോ. അപ്പം പിന്നെ അദ്ദേഹം പറയുന്നത് ഫോംസിനെ കുറിച്ച് ആണ്. നെയിംസ് ആൻഡ് ഫോംസും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലെവലിൽ എടുക്കാം. ശരിയാണ്. അപ്പം നെയിംസ് ആൻഡ് ഫോംസ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു ഫുള്ളി അബ്സല്യൂട്ട് കോണ്ടെക്സ്റ്റിൽ വളരെയധികം നെയിംസും ഫോംസും ഒക്കെ ഉണ്ട്. അതായത് ഭൗതികതയിൽ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നെയിംസ് ആൻഡ് ഫോംസ് വരുന്നത്. അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള സംഗതികൾ അവിടെ വരുന്നു. അതായത് ഭൗതിക തലത്തിൽ ദാറ്റ് ഈസ് ഫിസിക്കൽ പാർട്ടാണത്. മെനി നെയിംസ് ആൻഡ് ഫോംസ് ദാറ്റ് ഹാസ് ടു ബി വെർട്ടിക്കലി കപ്പിൾഡ്. അപ്പൊ അത് അങ്ങനെ തന്നെ അതിന്റെ അസോസിയേഷനും ഇവിടുന്ന് അസെൻഡിങ് ഓർഡറിൽ എങ്ങോട്ട് പോകേണ്ടി വരും, മറ്റേ ആ തലത്തിലോട്ട് പോകേണ്ടി വരും. ഇപ്പൊ നിയമ ഭാഷ അത് could be only the name form complex in the fully absolute context like finally varana. All multiple names and forms spread horizontally with a somewhat monadological structure correct on the surface of the general ocean of names and forms. ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് പല ലെവലില് മൊണാഡ്സ് ആയിട്ട് കാണിക്കാൻ പറ്റും ഈ പേരുകളും രൂപങ്ങളും. അപ്പം അതും അപ്പം ഒരു യൂണിവേഴ്സൽ ഹോൾ ബട്ട് എക്സിസ്റ്റിംഗ് ആസ് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം. അപ്പം ഈ ലൈനിൽ ഓഫ് ടോട്ടൽ നോളജ് സിറ്റുവേഷനിൽ മീൻസ് ഹോൾ ടോട്ടൽ നോളജ് സിറ്റുവേഷൻ അത് നമ്മൾ ഇത് എപ്പിസ്റ്റമോളജി നമ്മൾ ഡിറൈവ് ചെയ്യുമ്പം ഈ ഹൊറിസോണ്ടൽ പാർട്ടിന്റെ ഒപ്പം എന്തോ ഉണ്ടാവണം, ആ വെർട്ടിക്കൽ ലൈൻ ഓൾസോ ഷുഡ് കട്ട് ത്രൂ and cross this pluralistic horizontal realm of names and forms. അപ്പൊ അതാണ് ഇത് വളരെ രസമായിട്ട്. അപ്പൊ അതിന്റെ അകത്ത് പിന്നെ ആ ന്യൂ ഒക്കെ അതിന്റെ അകത്ത് വരുവാണ്. പ്ലാറ്റോ സൊക്രാറ്റിക് ഇതില്. അതായത്
ഈ പറയുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് പോസിബിലിറ്റീസ് ഇൻ ദി യൂണിവേഴ്സ്, മറ്റേത് പ്രോബബിൾസ് ഇൻ ദി യൂണിവേഴ്സ്. വെർട്ടിക്കൽ പോസിബിലിറ്റീസും അതേ കണക്ക് തന്നെ ഹൊറിസോണ്ടൽ പ്രോബബിലിറ്റീസ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇത് വന്നിട്ട് വെൻ ദേ മീറ്റ് ടുഗദർ, ആ പറയുന്ന ഓഷ്യൻ ആയിട്ടുള്ള പ്രോബബിലിറ്റീസിന്റെ അവിടെ ഈ പോസിബിലിറ്റീസ് വന്ന് മീറ്റ് ചെയ്യുന്ന അവിടെ ആ ഓഷ്യന്റെ തൊട്ട് താഴെയായിട്ട് ഒരു നേർത്ത ഒരു ഫിലിം രൂപത്തില് എന്താ ഉള്ളത്? ദ നൗ. നോഷൻ ഓഫ് ദ നൗ. അവിടെയാണ് ദ നോഷൻ ഓഫ് ദ ഗോഡ് ഓർ റീസൺ ഫൈനൽ. ദാറ്റ് ഇസ് ദ പ്രിലിമിനറി കൺസെപ്ഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് ആബ്സല്യൂട്ടിന്റെ ആ ഒരു ഏരിയയിലോട്ട് വരുന്നത്, ആ ഫീൽഡിലോട്ട്. കാരണം ഈ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഈ പ്രോബബിലിറ്റീസ് എല്ലാം നമ്മൾ കിടക്കുവാണ്. പെർമിറ്റേഷൻ, കോമ്പിനേഷൻ എല്ലാം വന്ന് അതിനെ ഈ പറയുന്ന, കാരണം അതിന് കുറച്ചൊരു സെർട്ടിറ്റ്യൂഡ് വേണമല്ലോ. അപ്പം ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടി വന്നിട്ട് ആ ലാർജർ ആയിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ ലാർജർ ഗുഡ് അല്ലെങ്കിൽ കാരണം ഈ പറയുന്ന എല്ലാം ഒരു ഹോളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഹൊറിസോണ്ടലായാലും വെർട്ടിക്കൽ, ഇതെല്ലാം നാമരൂപങ്ങളുടെ തന്നെ ഒരു ഫോമാണ്. അതിൽ ഒന്ന് തന്നെ നിൽക്കുകയാണ്. ഒമേഗ പോയിന്റ് വി ആർ കമ്മിങ് ലേറ്റർ ഓൺ. അപ്പം ഒമേഗ പോയിന്റ് അത് വളരെ രസകരമാണ്. ദെൻ ഒമേഗ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലോ. ഒമേഗ നമ്മൾ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് ശരിക്കും ആ ഒരു ഇപ്പൊ നമ്മൾ ആ ഒരു എനർജി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ലെവലിൽ എത്തുമ്പം ദ ഹോൾ നോളജ് ഓഫ് ദ യൂണിവേഴ്സ് കംസ് ടു യു. എന്നാൽ ആൽഫ പോയിന്റ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ആ നോളജ് ഇൻ ദ റിയലം ഓഫ് ദ, അപ്പൊ ആ നോളജ് ലിമിറ്റഡ് ആണ്. The realm of that materialism or physical or the infinite, finite ആണ്. അപ്പം ഈ എന്നാല് ഈ ആൽഫ ആൻഡ് ഒമേഗ പോയിന്റ്സ് വന്ന് മീറ്റ് ചെയ്യുമ്പം അവിടെയാണ് എനിക്കൊരു സംശയം വരുന്നത്. ആ സോൺ ഓഫ് ഇൻഡിറ്റർമിനിസം എന്ന് പറയുകയാണ്. അവിടെ ഒരു ഇൻസെർട്ടിറ്റ്യൂഡ് വരുന്നു. And he used the phraseology, the wind blows where it lists. അപ്പം എനിക്ക് കാരണം എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഇതുവരെ ആ ഒരു എക്സ്പ്ലനേഷൻ വന്നതെന്ന് പറയുന്നത് എവിടെയാണോ ഇത് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ മീറ്റ് ചെയ്യുന്നത്, ആ പറയുന്ന ആ നോർമേറ്റീവ് ഫീൽഡ് where the axioms on the one side and the empirics on the other side meet together, there's a certitude എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഡൗട്ട് ഇല്ലാത്ത ഒരു ഇൻസെർട്ടിറ്റ്യൂഡ് ഇൻ ദ ഇന്റർമീഡിയറ്റ് സോൺ വേർ when necessary aspects meet the contingent aspects, we have the zero zone of indeterminism or incertitude. എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലായ്മയുടെ സീറോ സോൺ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ആ സോൺ ഇല്ല, പിന്നെ ഇൻഡിറ്റർമിനിസം ഇല്ല. അപ്പൊ പിന്നെ എന്താണുള്ളത്? രണ്ട് നെഗറ്റീവ്സ് വരുമ്പോൾ എന്തായിരിക്കും? ഉറപ്പായിരിക്കും. അതാണോ? എനിക്കൊരു സംശയമുണ്ട്. ദ വിൻഡ് ബ്ലോത്ത് വേർ ഇറ്റ് ലിസ്റ്റഡ് becomes fully valid. ലിസ്റ്റഡ് എന്നുള്ളത് ഒരു പ്രത്യേക മീനിങ് ആണ്. അങ്ങനെയാണോ? വേർ ഇറ്റ് ലൈസ് എന്നാണോ? അതാണ് എനിക്ക് മറ്റേ ഷേക്സ്പിയറിയൻ ലാംഗ്വേജ് ആണ്. ദ വിൻഡ് ബ്ലോസ് വേർ ഇറ്റ് ലൈസ്. അപ്പൊ ആ വിൻഡ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന എന്താണ്? ആ നോ ആണോ?
നോ ആയിരിക്കുമോ? അല്ല, അതെനിക്ക് ഐ കനോട്ട് സേ ദാറ്റ്. ഞാൻ അതിന്റെ ഈ ലൈഫ് എന്ന് ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിന്റെ ശരിക്കും ഒരു റിസർച്ച് നടത്തിയില്ല അത്. അപ്പോ നമുക്ക് ഈ പോയിന്റിൽ വന്നെത്താം. പക്ഷേ ഇവിടെ കാരണം നമുക്കത് നോക്കാം. ബട്ട് one thing, see the latter part when we came to adalla that leave alone that my problem here is this is from this what he has now used incertitude ഈ വരുന്നതിന്റെ അവിടെ ഒരു ഇൻസർട്ടിറ്റ്യൂഡ് ഇൻഡിറ്റർമിനിസം എന്നല്ലേ അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തോ ഇല്ല, ഉറപ്പില്ല, അല്ലെങ്കിൽ പോസിബിലിറ്റി ഇല്ല. ഇൻഡിറ്റർമിനിസം, ഇൻസർട്ടിറ്റ്യൂഡ്. പോസിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? പോസിബിലിറ്റി ഇവിടെ ഇൻസർട്ടിറ്റ്യൂഡ് എടുക്കുക. ഇൻസർട്ടിറ്റ്യൂഡ് ഡെഫിനറ്റ്നെസ് ഇല്ല, ഉറപ്പില്ല. ഇൻഡിറ്റർമിനിസം അത് തന്നെയാണ്, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. നോമിറ്റീവ് നോഷൻ എന്താ പറയുന്നത്? ആ നോമിറ്റീവ് നോഷനിൽ സർട്ടിറ്റ്യൂഡ് ഉണ്ടെന്നല്ലേ ഇദ്ദേഹം ഇതുവരെ പറഞ്ഞത്. സർട്ടിറ്റ്യൂഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സീറോ സോൺ ആണെന്ന് പറഞ്ഞാൽ എന്തുവാ? സീറോ സോൺ എന്ന് പറഞ്ഞാൽ എന്തോ പറയാം, ഇല്ലാത്ത ഒരു ഏരിയ എന്ന് വിചാരിക്കാമോ? ഇൻസർട്ടിറ്റ്യൂഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സീറോ സോൺ ഓഫ് ഇൻസർട്ടിറ്റ്യൂഡ് സോൺ ഓഫ് ഇൻസർട്ടിറ്റ്യൂഡ്. അതായത് രണ്ട് നെഗറ്റീവ്സ് അല്ലേ? നോ സോൺ, ഇൻസർട്ടിറ്റ്യൂഡ്, അനദർ വൺ നെഗറ്റീവ്. രണ്ട് നെഗറ്റീവ് വരുമ്പം എന്തായിരിക്കും? മറ്റേത് വിചാരിക്കണം സർട്ടിറ്റ്യൂഡ് ഉണ്ടെന്ന്. ഇൻസർട്ടിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു സീറോ സോൺ. അപ്പൊ മറ്റേടത്ത് ഹലോ കേൾക്കാമോ? കേൾക്കാം. അപ്പൊ അതാണോ അത് ഒന്നുകൂടെ ഒന്ന് കാരണം ഇവിടെ ആന്റിപ്പോഡ് എന്നൊരു വാക്ക് ഉപയോഗിച്ച കണ്ടോ? വി ഹാവ് ഹിയർ ദ കോറസ്പോണ്ടിങ് വേൾഡ് ഓഫ് ദ ലോഗോസ് whose apex is what we have referred to as the omega point. At its antipode, maruvashate, we can imagine a corresponding alpha point. In the intermediate zone, other extremes, a vertical zone in the matte extremes, not vertical, sorry. At the other extreme, world of logos വേറേതാണ് ഓർത്തോണം. ആ വേൾഡ് ഓഫ് ലോഗോസില് രണ്ടെണ്ണം ഉണ്ട്, ഒമേഗ പോയിന്റും പിന്നെ മറ്റേ എക്സ്ട്രീമിലെ ആൽഫ പോയിന്റ്. ഇൻ ബിറ്റ്വീൻ ഇസ് ദറ്റ് ആസ്പെക്ട്. അപ്പൊ ഒന്ന് ഓർത്തോണം, ഇത് രണ്ടും ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ്. ഒന്ന് ഫിസിക്കൽ പ്ലെയിന്, മറ്റേത് ഒമേഗ പോയിന്റ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ പ്ലെയിൻ ആണ് സൂചിപ്പിക്കുന്നത്, ഓർ ദ ട്രാൻസെൻഡന്റൽ പോയിന്റ്. In the intermediate zone, appo idingane kadanu povumbam there is an intermediate zone where the necessary aspects meet the contingent aspects. We have the zero zone of indeterminism and incertitude. Appo indeterminism or incertitude in the zero zone ennu parnja endana avada adi illennaano artham? Adano angane chindikamo? വി ഹാവ് ദ സീറോ സോൺ ഓഫ് ഇൻഡിറ്റ്. അപ്പൊ സർട്ടിറ്റ്യൂഡ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അങ്ങനെ ആയിരിക്കുമോ എന്ന് ഞാനാ ചോദിക്കുന്നത്. അതായിരിക്കും സീറോ സോൺ ഓഫ് ഇൻഡിറ്റർമിനിസം ഓർ ഇൻസർട്ടിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പം അതാണ് നമ്മള് പിന്നെ about the level of water ontological aspects give place to the transcendental or teleological aspects. And necessary factors become related into full freedom of contingency in the world of names. So appo ee world ile of logos of the world, you have that at the apex we have the omega point, and at its antipode other either dishayil we have the alpha. We come to that. ഈ പറയുന്ന നോസ് നമ്മൾ പറഞ്ഞല്ലോ, പ്യുവർ ഇത് പറയുന്നത് വെൻ പോസിബിലിറ്റീസിന്റെ ഈ പറയുന്ന പ്യുവർ ദിസ് തിങ് പോസിബിലിറ്റീസും പ്രോബിലിറ്റീസും മീറ്റ് ചെയ്ത് ആ മീറ്റിംഗ് പോയിന്റിന് തൊട്ട് താഴെയുള്ള പ്യുവർ ഇത് എബവ് ദാറ്റ് വാട്ടർ ഓൺടോളജിക്കൽ ആസ്പെക്ട്സ് ആണ് വരുന്നത്. അത് മാറ്റർ റിലേറ്റഡ് അല്ലേ? എന്തായിരുന്നു വാക്ക് ഉപയോഗിച്ചത് ഇപ്പൊ? മാറ്റർ
matter. Above the level of water, ontological aspects gives place to the Ontological എന്ന് transcendental. പറയുന്നത് മാറ്റർ റിലേറ്റഡ് ആണല്ലോ. അല്ല, ontological അതാണോ മെറ്റാഫിസിക്കൽ ആണോ? എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ട് അവിടെ. മെറ്റാഫിസിക്കൽ ഓണ്ടോളജിക്കൽ ഒന്ന് ചെക്ക് ചെയ്ത് അതിനകത്തൊട്ടിട്ട് നോക്കിക്കേ. ഒരു നമ്മുടെ ഈ can you have another one mobile, could you check up in Google ontological? Just I'll check it out. One second. കാരണം നോസ് അവിടെ വരണ്ടേ. Ontology branch of metaphysics dealing in nature of being. Okay, metaphysics ആണ്. Okay. Okay. അപ്പൊ above the level of the water, ontological aspects give place to the transcendental or teleological aspects, and necessary factors become related into the full freedom of contingency in the world of names. അപ്പൊ അതാണ് the world of logos. അവിടെ ആ പറഞ്ഞ പോലെ ആ ഒമേഗ പോയിന്റ് ആണത്. ആൻഡ് ആ വേൾഡ് ഓഫ് ലോഗോസിന്റെ എതിർ ദിശയിലാണ് നമ്മുടെ ആൽഫ പോയിന്റ്. അപ്പൊ ഈ ആൽഫ പോയിന്റിൽ നിന്ന് ആ ഒമേഗ പോയിന്റിലോട്ട് പോകുമ്പം വി ഹാവ് എ റീജൻ വേർ ദർ ഇസ് ലാക്ക് ഓഫ് സർട്ടിറ്റ്യൂഡ്, ദർ ഇസ് എ ലാക്ക് ഓഫ് ഇൻസർട്ടിറ്റ്യൂഡ്, ലൈക്ക് ഇൻസർട്ടിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു സോൺ ഉണ്ടാവുന്നുണ്ട്. അവിടാണ് ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത്. അവിടാണ് ഈ എന്തായിരിക്കും നോസ്. നോസ് എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്ഷൻ ഓഫ് ഗോഡ് ആണ്. ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞതാണ്. This thin and pure reality below the ocean surface corresponds to the notion of the nose as developed in the pre-Socratic philosophy. അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇതിങ്ങനെ തന്നിരിക്കുന്നത്. എനിക്കാന്ന് വെച്ചാല് ഇപ്പൊ നോസ് എന്ന് പറയുന്നത് രണ്ടും പോസിബിലിറ്റിയും പ്രോബിലിറ്റീസും വന്ന് മീറ്റ് ചെയ്യുന്ന ആ വന്ന ഒരു തിൻ ലെയറിൽ അവിടെ ഈ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് വന്നു. ബട്ട് above the water, this ontological aspects give place to transcendental or teleological aspect of necessary factors become related to the full freedom of contingency in the world of names. Related to the full freedom of contingency in world of names. World of names and all that is, we know that horizontal aspect, but from the other aspect, vertical ആയിട്ടുള്ളതിന് നമുക്ക് ഈ എന്താണ് we go to that other aspect, that transcendental aspect, that is to the omega point, and it's ആ ഒമേഗ പോയിന്റിലോട്ടാണ് അവിടെ എത്തുന്നു ആണ് അതിന്റെ അർത്ഥം. അതായത് നെയിംസിന്റെ പ്രോബബിലിറ്റീസിന്റെ റീജിയനിൽ നിന്ന് പോസിബിലിറ്റീസിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന്. ആ ഒമേഗ പോയിന്റ് അതാണ് പോസിബിലിറ്റി ഓഫ് ദ ഒമേഗ പോയിന്റ്. ആൻഡ് അതിന്റെ ആന്റിപോഡില് ദ പോസിബിലിറ്റി ഓഫ് ദ ആൽഫ പോയിന്റ് ഓൾസോ. ആ പോസിബിലിറ്റി ഉണ്ട്. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഈ രണ്ടിന്റെ ഇടയ്ക്കാണ്. അപ്പൊ എന്താ ഈ പറയുന്നത്, ഈ അപ്പൊ ആ വെള്ളത്തിന്റെ മുകളിലുള്ളത് ആ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ പ്ലെയിനില്ല, വേൾഡ് ഓഫ് നെയിംസ്. ഇപ്പൊ നമ്മൾ ആ ക്ലാസിക്കൽ തിയറി ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത് അവിടെ ഒരു സ്ഥലത്ത് തന്നെ നിപ്പുണ്ട്. അപ്പം എന്നിട്ട് അത് കുറച്ചുകൂടി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ് ആ തിയറി ഓഫ് ലോഗോസ് വെച്ചിട്ട്. അതെ, അപ്പം ആ മീറ്റിംഗ് പോയിന്റിൽ ഒരു ഇപ്പം ആ സർട്ടിറ്റ്യൂഡ് നമുക്ക് വരുന്നു. അപ്പം ഈ പറയുന്ന ആ ഫ്ലെക്സ് സി വരുന്ന പ്രോബബിലിറ്റീസ് ഈ അതിന്റെ മേളില് ആ ഒരു വേൾഡ് ഓഫ് ദിസ്റ്റിംഗ് ഉണ്ട്. പ്രോബബിലിറ്റീസ് കിടക്കുന്ന മറ്റേ മേളിൽ കിടക്കുന്ന ആ ട്രാൻസ്ഡെന്റൽ ഓണ്ടോളജിക്കൽ പ്ലെയിനിൽ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നിൽക്കുന്ന ആ പോസിബിലിറ്റീസ് വേൾഡ് ഓഫ് നെയിംസും ബാക്കി കാര്യം ക്ലാസിക്കൽ തിയറി എന്ത് വന്നാലും ഇത് വന്ന് മീറ്റ് ചെയ്യുന്നിടത്ത് ആ ഒരു പ്യുവർ നോളജ് വരുവാണ്, ഒരു എക്സ്ട്രാക്ട് വരുവാണ്. അത് തന്നെയാണ് ഈ ഒമേഗ പോയിന്റും ആൽഫ പോയിന്റും വെച്ചിട്ട് അദ്ദേഹം കുറച്ചുകൂടി പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്കത് ഒരു ഡിസ്കഷനിൽ എത്താൻ പറ്റുന്നുള്ളൂ.
അതെ. അപ്പോ ആ ഏരിയയിലായിരിക്കും ഈ ആബ്സല്യൂട്ടിന്റെ ഫീൽഡ് എന്നുള്ളത് ആയിരിക്കും വരുന്നത്. അവിടെ സർട്ടിറ്റ്യൂഡ് ഉണ്ട് എന്ന്. 0 പോയിന്റ്, ഇറ്റ്സ് എ സീറോ സോൺ അവിടെ ഇല്ല, ഇൻസർട്ടിറ്റ്യൂഡ് ഇല്ല. അതിന് പകരം നേരെ മറ്റേത് ഉണ്ട് എന്ന് വിചാരിക്കാം. അതാണ് എനിക്കൊരു ഔട്ട്ലൈൻ structure that emerges roughly for our present discussion. Further, the bolder elaboration of this same structure, which is bound necessarily to depend on axiomatic general thinking rather than on strictly experimental thinking, will follow in this page. In these pages. നമ്മൾ കൂടുതൽ axiomatic thinking ആണ് വരുന്നത്. Because of this. അതെ. For the e-bookillolla further discussion. For the present, let us say we have more or less justified the assumption of alternating process taking place in osmotic interchange. We have tried to outline the conceptual and perceptual elements. Okay. Yeah. Each one is relation-related complex in itself. Yes. ആ relation related അമ്മ ഇന്നലെ അത് പറയുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു ഐഡിയ കിട്ടിയില്ല. അതായത് ഈ ഹോൾ സെക്ഷൻ ഇസ് റിലേറ്റഡ് with respect to that, because it is related to the different what you call that. Is it the word used in the physical plane and relata more on the physical plane? Correct. Relata on the metaphysical. Ways in which things stand stand to each other. That is a thing. You can say that it is the physical world itself, how they stand related in the relationship to one another. അത് തന്നെ എടുക്കാം. അപ്പൊ ആ ഒരു relata is a thing which is related. The relata is the thing and relation is the connection between them, the relation between them. Okay. Relation between the things that are related. That is the meaning of it. Each one is a relata complex. The value essence complex. The value essence of which changes over from one side to the other, conforming to the pattern of a figure of 8, which changes over from one side to the other of the total. To the other of the total fourfold structural situation. അതായത് ആ vertical. എനിക്കത് മനസ്സിലാവുന്നു. എന്താണ് ഈ fourfold structure? അതായത് ഈ ഹോറിസോണ്ടൽ ആയിട്ടുള്ളതിന്ന് വെർട്ടിക്കലിലോട്ട് പോകുമ്പം 4 ക്വാർട്ടേഴ്സ് ഉണ്ടാവുമ്പം ആ 4 ക്വാർട്ടേഴ്സിൽ ആ 8 എന്നുള്ളൊരു ഫിഗർ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെർട്ടിക്കൽ ആക്സിസ് നോക്കുമ്പോൾ ഒരു 8 വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാലും പറയാം. വെർട്ടിക്കൽ ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് നോക്കുമ്പോൾ ഒരു 8 എന്നുള്ളൊരു രീതി വരും. അങ്ങനെ നോക്കുമ്പം ആ 2 8 വരുമ്പം 4 ക്വാർട്ടേഴ്സ് അങ്ങനെയും വരും. 4 ക്വാർട്ടേഴ്സ് പറഞ്ഞുള്ള രീതി. മനസ്സിലായോ? ആ രീതിയിലും അങ്ങനെ എടുത്തിട്ട് അങ്ങ് പോകാം. നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റുള്ളൂ. The vertical axis and the figure of 8. Let us once again quote from Bergson, who followed similar lines of schematic. അപ്പൊ ഇങ്ങനെ സ്കീമാറ്റിക് ആയിട്ട് ഉള്ള കാര്യങ്ങള്, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആയിട്ടുള്ളതിന്റെ എസും മറ്റേതിന്റെ എസ് പ്രൈം അങ്ങനെ പറയാം. 2 എണ്ണം അങ്ങനെ ഈ എന്താണ് സിംബോളിക് ആയിട്ട് കാണിക്കുന്നു, സ്കീമാറ്റിക് ആയിട്ട് കാണിക്കുന്നു. Revalued and presented in a more unitive or absolutist form to bring out the shortcomings of Einsteinian relativism. We can see how he changes space itself not into space-time amalgam but into a single vertically absolute parameter. അപ്പോൾ അതിലോട്ട് എങ്ങനെ പോകുന്നതെന്ന് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അതിന് ഇൻ ടേംസ് ഓഫ് ഓൾ ദിസ്, അതായത് ഈ നേച്ചറിലുള്ള, അതായത് ഫിസിക്കൽ വേൾഡിലുള്ള പല കാര്യങ്ങളും എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്തതിന്റെ ആ കിട്ടിയ അത്രയും ആ പോസിബിലിറ്റീസ് and from those probabilities getting the possibility and ascending to that level of possibility, how we get some
through that absolute, to that field of the absolute. These are interconnected at the intersection of the absolute. അപ്പൊ അങ്ങനെ വരുമ്പം ആ പോസിബിലിറ്റി ആയിട്ടുള്ള എന്താണ് പറയാ പോയിന്റിലുള്ള ആ മോർ യൂണിറ്റീവ് ആൻഡ് ആബ്സല്യൂട്ടിസ്റ്റ് പോയിന്റിൽ പിന്നെ ടച്ച് ചെയ്തുകൊണ്ട് ആ ഒരു എന്താ പറയാ ആ പോസിബിലിറ്റിയെ കുറിച്ച് ഓഫ് ദ റിലാക്ട കോംപ്ലക്സിനെ കുറിച്ച് പലതിലും നമ്മൾ അങ്ങനെ അതിൽ വന്നെത്തുന്നു എന്നുള്ള പോയിന്റ് ആയിരിക്കും ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഓവറോൾ പറയുന്നത് അവിടെ ആബ്സല്യൂട്ടിന്റെ ഫീൽഡിലാണ് അത് നടക്കുന്നത്. വേർ ദർ ഇസ് നോ ലാക്ക് ഓഫ് certitude. There is certitude in fact എന്ന് ഉള്ളത് കാണിക്കാനുമായിരിക്കും. സിംഗിൾ വെർട്ടിക്കലി ആബ്സല്യൂട്ട് പാരാമീറ്റർ അവിടെ ഉള്ളത് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് ആ പാരഗ്രാഫിൽ. It's not a space-time amalgam, but into a singly vertically absolute parameter. Into single vertically absolute parameter. Then ഈ എസും എസ് പ്രൈം എന്ന് പറയുന്ന ഡാഷ് ഇടുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഹോറിസോണ്ടലും വെർട്ടിക്കലും എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കണം, ഇത് ഒന്നുകൂടെ കൺഫേം ചെയ്യണം. നമുക്ക് somebody who hears this and who can guide us in that, because those who have gone through this book will have a greater idea. So that way also let us see our speculations are correct. If we may get some guidance, we'll see. പിന്നെ ഇനിയും we shall be should we continue? Yes. പക്ഷേ are you there, no? I am hearing, but ഇത് ഇനിയിപ്പം വരുന്നത് കംപ്ലീറ്റ് സയൻസ് ആണ്. അത് ഞാൻ മിണ്ടാതിരിക്കുന്നത്. Okay, then what we will do, we will take this റേഡിയോ ഡിഫ്യൂഷനും പിന്നെ പൾസേഷനും സൈനസ് ഫങ്ഷൻസ്, ഹാർമോണിക് മോഷൻ, ആംപ്ലിറ്റ്യൂഡ്സ്, വേവ് ലെങ്ത്, പ്രൊപ്പഗേഷൻ, അത് നമുക്ക് നാളെ ചെയ്യാം. Okay. So, that part. One page more is that we finish tomorrow. Okay. സയൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് ഒരു എക്സ്പ്ലനേഷനും വേണ്ടി വരുമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അതെങ്ങനെ ഈ പോസിബിലിറ്റിയുടെ കൂടെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പ്രോബബിളും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ ഡിഫ്യൂഷൻസും ഗോസിയൻ കർവിനെ കുറിച്ചും പിന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫിഗേഴ്സ് ഓഫ് എയ്റ്റ്, അതാണ് കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു സയന്റിഫിക് ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് ആ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് കിട്ടുന്നു. So we humbly go before. We humbly bow and surrender ourselves to the ever and all-pervading effulgence of the absolute. Love. Love, bliss. Hari Om.